ഇത് പല ആളുകൾക്കും അറിയില്ല ആക്ച്വലി. ഒരു വളരെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്ച്വലി ക്രിപ്റ്റോ എന്ന് പറയുന്നത്? I would like to give a short story of what happened to internet. റിമി പറഞ്ഞു, ഇഫ് യു ബൈ $1 ഓഫ് ബിറ്റ്കോയിൻ നൗ യു വിൽ ബി ബിക്കം മില്യണർ വാട്ടവർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. Just $1 freaking dollar. Because you're going to be thanking me. അതേപോലെ ഇപ്പോൾ ഒരു 2 പിസ മേടിക്കാൻ 10,000 BTC പേ ചെയ്തിട്ടുള്ള ഏതൊരു ഡേ നമ്മൾ ആദരിക്കുന്നുണ്ട്. If you are a beginner in crypto, ഞാൻ ട്രേഡ് ചെയ്യാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ആസ് എ ക്രിപ്റ്റോ മാർക്കറ്റ്സിൽ ഞാൻ ഒരു ഫുൾ ടൈം ട്രേഡിംഗ് എന്ന രീതിയിലാണോ ഒരു പാർട്ട് ടൈം പെർസ്പെക്റ്റീവിലാണോ ചെയ്യേണ്ടത്? മീഡിയേറ്റർ ഇല്ലാതെ, ഒരു മിഡിൽ മാൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും? ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ തന്നെ ഇത് എന്തോ ഒരു ടൈപ്പ് പോലെ, എന്തൊരു എലമെൻ്റ് ആണ് ആക്ച്വലി ഒരു ബിഗിനർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് എന്ന് അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു മാർക്കറ്റ്സിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്താണ്? But what happened after, at the end of the day, Hamster Combat became a huge scam kind of a project. I think this technology is like alien. Trust എന്ന് പറഞ്ഞ സാധനം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. To begin with, I think we should talk about what Web3 is. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തുടങ്ങിയ നീ അല്ല സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിർസാദ് മഖ്തൂമാണ്. അതായത് ഇപ്പം ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ഒരാളാണ് ഇപ്പം നമ്മുടെ കൂടെയുള്ളത്. സോ മിർസാദ്, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്താണ് മിർസാദ്? Well, my name is Mirzad. I'm the founder and CEO of Tribe Academy, Kerala's first Web3 school. നമ്മളൊരു അജണ്ട എന്ന് പറഞ്ഞത് Web3 എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാം, അവരെ ഒരു 0 to 1 ജേർണി എഡ്യൂക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി കരിക്കുലം ബിൽഡ് ചെയ്യുക, കോളേജുകാർക്ക് സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഐബോളുള്ള ക്രിപ്റ്റോ ട്രേഡിങ്, ഇൻവെസ്റ്റിംഗ്, അതിനെ പറ്റിയിട്ടുള്ള ഫൈനാൻഷ്യൽ ആസ്പെക്ട്സുകളെ പറ്റി ആൾക്കാരെ ബോധവൽക്കരിക്കുക, പഠിപ്പിക്കുക. അതാണ്. ഓക്കെ. സോ ബേസിക്കലി എന്താണ് ആക്ച്വലി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് അല്ലെങ്കിൽ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? ഇത് പല ആളുകൾക്കും അറിയില്ല ആക്ച്വലി. ഒരു വളരെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്ച്വലി ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ? So to begin with, I think we should talk about what Web3 is. ഈ Web3 എന്ന് പറയുന്നത് ഇതൊരു എവല്യൂഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഇൻ്റർനെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് നമ്മൾ ഒരു മിഡീവിയൽ ഏജിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ Web 1 എന്താണെന്നും Web 2 എന്താണെന്നും അതിനുശേഷം Web3 എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വളരെ ക്ലീശ ആയിട്ടുള്ള ഒരുപാട് ദർ ഇസ് ലൈക്ക് എ പ്ലത്തോറ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് Web 1, വാട്ട് Web 2, വാട്ട് Web3 ഈസ്. എല്ലാം ഓൺലൈനിലും ഗൂഗിളിലും അവൈലബിൾ ആണ്. But I would like to give a short story of what happened to internet. ഈ തുടക്കകാലങ്ങളിലൊക്കെ മിസൈൽസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻ്റർനെറ്റ് കണ്ടുപിടിക്കുന്നത്. കാരണം ഒരു കമ്പ്യൂട്ടർ വെച്ച് മിസൈലിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് ഇതൊരു റെസീപ്റ്റ് ഫോർ ഡിസാസ്റ്റർ ആകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദേ തോട്ട്, ഓക്കെ, വൈ ഡോണ്ട് വി ജസ്റ്റ് കണക്ട് 2-3 കമ്പ്യൂട്ടേഴ്സ് ടുഗെദർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വെച്ച് മിസൈൽ മാനേജ് ചെയ്യാനൊക്കെ നല്ലത് 3 കമ്പ്യൂട്ടർ വെച്ച് മിസൈൽ മാനേജ് ചെയ്യുന്നതാണ്. കാരണം 3 കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്താലാണ് അവർക്ക് ആ സിസ്റ്റത്തിലേക്ക് ഹാക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവർ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സാധനത്തെ പറ്റി ആലോചിക്കുന്നത്, ടു കണക്ട് ദ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ആദ്യം ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലായിരുന്നു ഇൻ്റർനെറ്റിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കമ്പ്യൂട്ടേഴ്സ് കുറച്ച് ഡെമോക്രറ്റൈസ് ചെയ്തു, ടെക്നോളജി ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി. പിന്നീട് വെബ് ബ്രൗസേഴ്സും സാധനങ്ങളും വന്നു. അങ്ങനെയാണ് WWW, അതായത് വേൾഡ് വൈഡ് വെബിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടിയും വീണ്ടും ഡെമോക്രറ്റൈസ് ചെയ്തു. അതായത് സ്റ്റുഡൻസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇത് റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടെക്നോളജി വളർന്നു. ബട്ട് ആ ഒരു സ്റ്റേജ് നമുക്ക് Web 1 എന്ന് വിളിക്കാം, വേർ യു ക്യാൻ ഓൺലി റീഡ് ഡാറ്റ ദാറ്റ് ഇസ് ഓൺ ദ കമ്പ്യൂട്ടർ. എക്സാക്ട്ലി. അപ്പോൾ കോഡിങ് അറിയുന്ന ആൾക്കാർ, ഡെവലപ്മെൻറ്റ് അറിയുന്ന ആൾക്കാർ, അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തും ഡെവലപ്പ് ചെയ്യാം, എന്തും ബിൽഡ് ചെയ്യാം. സോ ഇതൊരു ഓപ്പൺ സോഴ്സ് ഇൻഡസ്ട്രി ആയിരുന്നു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ സോ കോൾഡ് വെബ് എന്ന് പറഞ്ഞത്. സോ ദാറ്റ് വാസ് Web 1. ഇനി Web 2ലേക്ക് കടക്കുമ്പോൾ you see Facebook, you see internet, you see mobile data, Jio, all these social media platforms, ഇവരെല്ലാം വന്നെങ്കിൽ കൂടി ചില കുത്തക മുതലാളികളുടെ അണ്ടറിലായിരുന്നു ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ കൺട്രോൾ. വിച്ച് മീൻസ് ഒരു സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർസ് വേണം, അതുപോലെ മെറ്റീരിയൽസ് വേണം, അതുപോലെ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഹാർഡ് ഡിസ്കുകൾ വേണം. ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ ഇൻഎക്സ്പെൻസീവ് ആക്കാനായിട്ട് ഡാറ്റ സെർവറുകൾ വന്നു. ലൈക്ക് ആമസോണിൻ്റെ AWS വന്നു, ഗൂഗിൾ സെർവേഴ്സ് വന്നു, മൈക്രോസോഫ്റ്റ് സെർവേഴ്സ് വന്നു. സോ ഈ സെർവേഴ്സ് വന്നപ്പോൾ വിച്ച് ഇസ് വെരി കൺവീനിയൻറ്റ് ഫോർ എനിബഡി. നമുക്ക് വലിയ കാശ് കൊടുത്ത് ഹാർഡ്വെയറോ ഹാർഡ് ഡിസ്കോ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. സോ ഇത്തരത്തിൽ ഓപ്ഷൻസ് വന്നു, സെർവർ ഓപ്ഷൻസ് വന്നു. സോ ഈ സെർവർ ഓപ്ഷൻസ് വന്ന സമയത്ത് ദാറ്റ് കൈൻഡ് ഓഫ്
I would say that kind of bring a dictatorship on top of internet. അതായത് അവർ കൺട്രോൾ ചെയ്യുന്ന ഇൻ്റർനെറ്റായി മാറി. ഫോർ എക്സാമ്പിൾ ഇന്ന് 90% നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളും AWSൻ്റെ സെർവറിലാണ്. ദേ ക്യാൻ ഡിസൈഡ് വാട്ട് ദേ ഹാവ് ടു ഡു, വാട്ട് ദേ ക്യാൻ ഡു, അല്ലേ? അവർക്ക് തീരുമാനം എടുക്കാം ഈ ആപ്പ് നിലനിർത്തണോ, ഈ ആപ്പ് റിമൂവ് ചെയ്യണോ എന്നുള്ളത്. നമ്മളെ ഡാറ്റ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു എക്സാക്ട്ലി. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ദ വെബ് 1 വാസ് ഡീസെൻട്രലൈസ്ഡ് ബട്ട് ദ വെബ് 2 became centralized by these authorities, AWSും മറ്റുള്ള സെർവേഴ്സും എല്ലാം. സോ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എക്സാമ്പിൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു കേസ് തന്നെയാണ്. he had I think 89.9 million more than that followers on Twitter. Correct me if I'm wrong. അത്രയും ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ആളുടെ എന്തോ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കാരണം അടിച്ചുപോയി. സോ അത്രയും നാളും അയാൾ ബിൽഡ് ചെയ്ത അയാളുടെ ആ പോപ്പുലാരിറ്റി ഒരു ദിവസം കൊണ്ട് ട്വിറ്റർ അവസാനിപ്പിക്കാം. സോ ട്വിറ്റർ പോലും തീരുമാനം എടുക്കുകയാണ്, ഇത്തരത്തിലുള്ള ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്. സോ യു ക്യാൻ ഇമാജിൻ ഹൗ കൺവീനിയൻ്റ് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇസ്. അതിനുശേഷം അദ്ദേഹം ഇവരെല്ലാവരും നമ്മളെ ഫോളോവേഴ്സിനെല്ലാവരും പാർലർ എന്ന് പറയുന്ന വേറെ ആപ്ലിക്കേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ പാർലറിലേക്ക് വിളിക്കുന്ന സമയത്ത് പാർലറിലേക്ക് ആൾക്കാർ വന്നു. പാർലർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പോപ്പുലാരിറ്റിയിലേക്ക് എത്തി. അങ്ങനെ പതുക്കെ പാർലർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്തു. ബിക്കോസ് ഇറ്റ് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് AWS. അവർക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. പാർലർ എന്ന് പറയുന്ന കമ്പനി തന്നെ ആമസോൺ സെർവറിൽ നിന്ന് റിമൂവ് ചെയ്തു. സോ വിച്ച് മീൻസ് ഇന്ന് ഈ പറഞ്ഞ കമ്പനികളാണ്, സെർവേഴ്സാണ് 90% ആപ്ലിക്കേഷൻസും മാനേജ് ചെയ്യുന്നത്. സോ ഇഫ് വെബ് 1 വാസ് ഡീസെൻട്രലൈസ്ഡ്, വെബ് 1 വാസ് റീഡ് ഓൺലി, വെബ് 2 became റീഡ് ആൻഡ് റൈറ്റ്. കാരണം നമ്മൾക്ക് എന്ത് പബ്ലിഷ് ചെയ്യാനും ഡൈനാമിക് ആയിട്ട് നമുക്ക് എക്സാക്ട്ലി കുറച്ചും കൂടി മൂവിങ് ആയി, കുറച്ചും കൂടി റെസ്പോൺസീവായി, റിയാക്റ്റീവായി നമുക്ക് പബ്ലിഷ് ചെയ്യാം, നമുക്ക് റിയാക്ട് ചെയ്യാം, നമുക്ക് റിപ്ലൈ കൊടുക്കാം, നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നൊരു അവസരം ഉണ്ട് അവിടെ. ബട്ട് ഇറ്റ് ബിക്കേം സെൻട്രലൈസ്ഡ് ബിക്കോസ് ഓഫ് ദീസ് അതോറിറ്റീസ്. സോ ഇത് വീണ്ടും ഡെമോക്രറ്റൈസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമുക്ക് വീണ്ടും ഒരു ഇനീഷ്യൽ ഈത്തോസ് ഓഫ് വെബിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അതിനെ വീണ്ടും ഡീസെൻട്രലൈസ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ആ ഒരു ഐഡിയയിൽ നിന്നാണ് വെബ് 3 എന്ന് പറഞ്ഞ ടെക്നോളജി വരുന്നത്. വെബ് 3 ടെക്നോളജി അല്ല, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ അംബ്രല്ല ടേം. വേർ ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് കോൺട്രാക്ട്, ക്രിപ്റ്റോ, അതുപോലെ തന്നെ AI, ഇതെല്ലാം ഈ വെബ് 3 എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജിയുടെ ഭാഗമാണ്. സോ അതിലെ ഒരു 1-2 ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ബ്ലോക്ക് ചെയിനും. ബ്ലോക്ക് ചെയിനിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ക്രിപ്റ്റോ കറൻസിയും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളും. സോ ഐ തിങ്ക് to understand what crypto is, you should know what the journey of web or the journey of internet. കാരണം it is connected with not just money but also with a lot of technology. നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ ഇത് ടെക്നോളജിയുടെ ബൈ പ്രൊഡക്റ്റാണ്. അതല്ലാതെ ഇത് ട്രേഡ് ചെയ്യാനോ മേടിക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ മാത്രമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ല. കംപ്ലീറ്റ്ലി ടെക്നോളജി ഓറിയന്റഡ് ആയിട്ട് വെക്കുകയാണ്. എക്സാക്ട്ലി. സോ വെബ് 3-ൽ നമ്മളിപ്പോൾ ഇനി ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോനൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ബിഗിൻ വിത്ത് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞത് ലൈക്ക് എ മെൻഷൻ തുടക്കത്തിൽ വെബ് 1-ൽ എല്ലാവർക്കും ഓപ്പണായി കൊടുത്തിരുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആയിരുന്നു. വെബ് 2-ലേക്ക് വന്നപ്പോൾ അത് സെൻട്രലൈസ്ഡ് കൺട്രോളായി. അതായത് ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പല സമയത്തൊക്കെ ഡൗൺ ആയി പോകാറില്ലേ, സെർവർ ഡൗൺ ആണ്. എക്സാക്ട്ലി. സോ അതിൻ്റെ സെർവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ കയ്യിലാണ്. ലെറ്റ്സ് ഇൻസ്റ്റാഗ്രാമിന് തീരുമാനിക്കാം നിങ്ങൾക്ക് നിലനിൽക്കണോ വേണ്ടിയോ എന്നുള്ളത്, അല്ലേ? സോ ഇൻസ്റ്റാഗ്രാം സെർവർ ഡൗൺ ആകുമ്പോൾ ആ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും സിസ്റ്റത്തിലും മൊബൈലിലും ഇതേ ഇഷ്യൂസ് വരും, അല്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സെൻട്രലൈസ്ഡ് ബോഡി കോൾഡ് ഇൻസ്റ്റാഗ്രാം. ഇത് ഇൻസ്റ്റാഗ്രാം അല്ല കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലോ, let's say they are not controlling the server, let's say they've democratized the server system. ആ ഒരു ഐഡിയ ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞത്. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞത് ഒരു പഴയ ടെക്നോളജിയാണ്. ഇത് തുടക്കത്തിൽ കണ്ടുപിടിച്ചൊന്നുമല്ല. അതിൽ ഹാഷിംഗ് എന്ന് പറയുന്ന ടേം വരും, അതുപോലെ തന്നെ ഡീകോഡിങ് എൻകോഡിങ് വരും, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇറ്റ്സ് നോട്ട് എ ന്യൂ ടെക്നോളജി, ഒരുപാട് കാലം പഴയ ടെക്നോളജിയാണ്. ബട്ട് അതിനെ പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചത് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. 2009-ൽ വന്ന ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് കറൻസി ഇൻ ക്രിപ്റ്റോ, അതല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എ ക്രിപ്റ്റോ ഡാഡി. സോ ക്രിപ്റ്റോ ഡാഡിയാണ് ഇതിനെ ശരിക്കും പറഞ്ഞതിന് ഒരു ഫോർമേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, നമുക്ക് ഈ ടെക്നോളജി ഇങ്ങനെ ഉപയോഗിക്കാം, ഇതിൽ നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന ടെക്നോളജി ഇൻബിൽട്ട് ചെയ്യാം, നമുക്കിതുപോലെ ബ്ലോക്ക് ചെയിൻ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നത് 2007-ന് ശേഷമാണ്. 2009-ലാണ് ഇതിനെ കുറച്ചും കൂടി അക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുവന്നത്. സോ ഇഫ് യു ടോക്ക് അബൌട്ട് ബ്ലോക്ക് ചെയിൻ ഇസ് ഡീസെൻട്രലൈസ്ഡ്. യു നോ വൈ? ബിക്കോസ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ സാധനം അത് ലെറ്റ്സ് ബ്രേക്ക് ദാറ്റ് വേർഡ്, ബ്ലോക്ക് ചെയിൻ. ഇറ്റ്സ് ലൈക്ക് ബ്ലോക്സ് കണക്റ്റഡ് ഇൻ എ ചെയിൻ ടു വർക്ക് ഓൺ എ പെർട്ടിക്കുലർ ടാസ്ക്, അത്രേ ഉള്ളൂ.
സോ ഇൻസ്റ്റാഗ്രാം റൺ ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരൊറ്റ സെർവർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യാനായിട്ട് ഒരുപാട് സെർവറുകൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിലാണുള്ളത്. സോ വി ഹ്യൂമൻ ബീങ്സ് മാനേജ് ദ സെർവർ. മനസ്സിലാവുന്നുണ്ട്? ഒരൊറ്റ സെർവർ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് എത്തേറിയം. എത്തേറിയം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും, വി ക്യാൻ കോൾ ഇറ്റ് ദ സോഷ്യൽ മീഡിയ ഓഫ് ബ്ലോക്ക് ചെയിൻ. കാരണം ഒരുപാട് യൂസേഴ്സും ഡെവലപ്പേഴ്സും ഉള്ള ഒരു ബ്ലോക്ക് ചെയിൻ സ്പേസ് ആണ് എത്തേറിയം എന്ന് പറയുന്നത്. അതിൻ്റെ ടോക്കനാണ് ഈതർ. വി കോൾ ഇറ്റ് ഈത്ത്, റൈറ്റ്? സോ എതേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യാനായിട്ട് എതേറിയത്തെ സഹായിച്ചുകൊണ്ടിരുന്നത്, സോ ഐം ടോക്കിംഗ് അബൌട്ട് ഒരു 1 year ബാക്കിലുള്ള സിറ്റുവേഷനാണ്. ബിക്കോസ് ഇപ്പോൾ അവരുടെ കൺസെൻസസ് മെക്കാനിസം ചേഞ്ച് ആയി. സോ 1 year മുമ്പ് ഈ എതേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യാനായിട്ട് മൈനിങ് സപ്പോർട്ട് വേണം. ബിക്കോസ് ഇറ്റ് വാസ് വർക്കിംഗ് അണ്ടർ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന കോൺസെൻസസ് മെക്കാനിസം. സോ മൈനേഴ്സ് വേണം. ഈ എതേറിയം മൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പോപ്പുലാരിറ്റിയുള്ള ഒരു ടേമാണ്. അതായത് ഈ ബ്ലോക്ക് ചെയിൻ ഓടിക്കാൻ, ഈ ബ്ലോക്ക് ചെയിനിൻ്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, ട്രാൻസ്പാരൻസി കൊണ്ടുവരാൻ, ഇതിനെ കുറച്ചും കൂടി സ്കേലബിൾ ആക്കാനായിട്ട് ഇതിന് മൈനേഴ്സ് വേണം. അപ്പോൾ ഈ മൈനേഴ്സ് നമ്മളെപ്പോലെ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം നമ്മൾ ഈ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് മേടിക്കണം, ഹാർഡ് ഡിസ്ക് വേണം, പെർട്ടിക്കുലർലി നമുക്ക് ഗ്രാഫിക്സ് കാർഡ് വേണം. എന്നാലാണ് മൈനിങ്ങിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും എലമെൻറ്റുകൾ നമ്മൾ മേടിക്കണം. നമ്മൾ കറണ്ട് ബില്ല്, നമ്മളെ AC, കാരണം റൂം അത്രയും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, നെറ്റ്വർക്ക് ഡാറ്റ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ടൈമും എഫേർട്ടും അവിടെ പോകുന്നുണ്ട്. വാട്ട് ഡു വി ഗെറ്റ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ബാക്ക് ടു എതേറിയം ബ്ലോക്ക് ചെയിൻ? നമുക്ക് എന്താ കിട്ടുന്നത്? സോ ആസ് എ മൈനർ ദർ ഷുഡ് ബി സം റിവാർഡ്. ആ റിവാർഡാണ് എതേറിയത്തിൻ്റെ ഈത്ത് എന്ന് പറയുന്നത്. അതാണ് ക്രിപ്റ്റോ കറൻസി. ഇറ്റ്സ് ആക്ച്വലി എ ക്രിപ്റ്റോ കറൻസി, റൈറ്റ്? സോ ഈ ക്രിപ്റ്റോഗ്രാഫിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സോ ബ്ലോക്ക് ചെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ടെക്നോളജീനെ ഇതിന് ഇൻബിൽട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിപ്റ്റോഗ്രാഫി റൺ ചെയ്യാനായിട്ട് ഒരുപാട് പവർ വേണം, ഒരുപാട് ഗ്രാഫിക്കൽ പവർ വേണം. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എനർജി നമ്മൾ കൺസപ്ഷൻ കൊടുക്കുക തന്നെ വേണം, ഡാറ്റ കൊടുക്കുക തന്നെ വേണം. അത് കണ്ടിന്യൂസ് റൺ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഡീകോഡ് ചെയ്ത് എൻകോഡ് ചെയ്ത് ഡീകോഡ് ചെയ്ത് എൻകോഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ ഇസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ മാത്തമാറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ മാത്തമാറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ഓൾ അബൌട്ട് സോൾവിങ് എ പ്രോബ്ലം. ഇപ്പോൾ ഐ ആം സെൻഡിങ് യു വൺ ഡാറ്റ ടു യു, ദെൻ അവിടെ നടക്കുന്ന ആ പ്രോബ്ലം, ആ ഒരു ഡാറ്റ ട്രാൻസ്ഫറിനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റി അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അതിനെ ഡീകോഡ് ചെയ്യും, അതിനെ എൻകോഡ് ചെയ്യും. എൻകോഡ് ചെയ്തിട്ട് വീണ്ടും ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നിങ്ങളാണ് ഓക്കെ സോൾവ് ചെയ്തു, ഞാൻ അയച്ചത് സൊല്യൂഷൻ ആയിരിക്കാം, ബട്ട് ഇത് പോകുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ്. പിന്നെ വീണ്ടും അവിടെ എത്തിയിട്ട് അത് എൻകോഡ് ചെയ്തിട്ടാണ് ഡീകോഡ് ചെയ്തിട്ടാണ് എന്താവുന്നത്, സൊല്യൂഷനായി മാറുന്നത്. സോ ഇറ്റ്സ് ടു മാത്തമാറ്റിക്കൽ. ഐ എം വെരി വീക്ക് ഇൻ മാത്തമാറ്റിക്സ്. ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. സോ ലെറ്റ്സ് സേ വി റീച്ച്ഡ് ക്രിപ്റ്റോഗ്രാഫി, റൈറ്റ്? സോ ക്രിപ്റ്റോഗ്രാഫി എന്ന ടെക്നോളജി നമ്മൾ സിസ്റ്റത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് റിവാർഡ് വേണം. അതാണ് ക്രിപ്റ്റോ കറൻസി. ഇപ്പോൾ എതേറിയം പോലെ, അല്ലെങ്കിൽ ട്രോൺ പോലെ, അല്ലെങ്കിൽ BNB പോലെ, അങ്ങനെ ഒരുപാട് ബ്ലോക്ക് ചെയിനുകളൊക്കെ ഉണ്ട്. ഈ ബ്ലോക്ക് ചെയിനുകൾക്കൊക്കെ ഇപ്പോൾ എതേറിയത്തിനെ പോലെ തന്നെ പലതരത്തിലുള്ള കൺസെൻസസ് മെക്കാനിസം ഉണ്ട്. അതൊരു തരം സെക്യൂരിറ്റി മെക്കാനിസം ആണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ കോൾഡ് പ്രൂഫ് ഓഫ് വർക്ക് നടന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കൊടുക്കാം. പ്രൂഫ് ഓഫ് സ്റ്റേക്ക്, നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേക്ക് ചെയ്തതിൻ്റെ പുറത്ത് ക്രിപ്റ്റോ കൊടുക്കാം. അങ്ങനെ പ്രൂഫ് ഓഫ് ഡെലിഗേറ്റഡ് സ്റ്റേക്ക്, അങ്ങനെ ഒരുപാട് കൺസെൻസസ് മെക്കാനിസം ഇങ്ങനെ ഒരുപാടുണ്ട്, പല ടൈപ്പ് ടെക്നോളജിയിലുണ്ട്. സോ നമ്മൾ എന്താണോ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവിടെ കൺസെൻസസ് മെക്കാനിസം എന്താണോ അതിനനുസരിച്ച് നമുക്ക് റിവാർഡ് കിട്ടും. ആ റിവാർഡാണ് ക്രിപ്റ്റോ. സോ അതല്ലാതെ ക്രിപ്റ്റോക്ക് ഡെഫിനേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ കറൻസി, but it has a economic value. It's a part of technology. It is not just stock. Exactly, stock is not equal to crypto. Crypto is technology, stock is something that represent the company. So ഈ രണ്ട് ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ പറഞ്ഞു ക്രിപ്റ്റോ കറൻസി ആദ്യകാലം മുതലേ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ക്രിപ്റ്റോ കറൻസി വന്നത് 2009-ലാണ്. ക്രിപ്റ്റോഗ്രാഫി ടെക്നോളജി പഴയ ടെക്നോളജിയാണ്, പണ്ട് യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ്. സോ നമ്മളിപ്പം ട്രഡീഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ചെയ്യുന്നത്, അപ്പം ഈവൻ അവരുടെ ഏർലി സ്റ്റേജിലാണെങ്കിൽ കൂടെ അവർ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മണി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ എത്രത്തോളം ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള Web3 യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇക്കാലത്ത്? ട്രഡീഷണൽ ബിസിനസ്സുകൾ ഇപ്പോൾ ഈ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റോക്ക്, ബോണ്ട്, ഷെയർ, പിന്നെ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യം ട്രഡീഷണൽ ബിസിനസ്സിലുണ്ട്. To begin with, I think I should touch upon some history of the thing called trust. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോവുകയാണെങ്കിൽ വി ട്രസ്റ്റ് ദ ബാങ്ക്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ, നമ്മളിപ്പോൾ സ്വിഗ്ഗിയിലോ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ വി ട്രസ്റ്റ് സ്വിഗ്ഗി റദർ ദാൻ വി ട്രസ്റ്റ് ദ ഹോട്ടൽ. സോ ട്രസ്റ്റ് എന്ന് പറയുന്ന എലമെൻറ്റ് എല്ലാ കാലത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഇതുവരെ ടിൽ Web2 ends,
ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. ബീറ്റ് ഇൻ എ ബാങ്ക്, ബീറ്റ് ഇൻ എ ഓൺലൈൻ ആപ്ലിക്കേഷൻ, ബീറ്റ് ഓൺ ഊബർ. വി ട്രസ്റ്റ് ഊബർ. വെൽ, ഊബർ ഹസ് ബീൻ ബിൽഡ് ബൈ ഹ്യൂമൻ ബീങ്. സോ ട്രസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്. സോ ട്രഡീഷണൽ ബിസിനസ് നിങ്ങൾ എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് എന്ന് പറഞ്ഞ എലമെൻറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് അവിടെയുണ്ട്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ കാശ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം സ്റ്റോക്കിൽ ഇടാണെന്നുണ്ടെങ്കിൽ നൗ വി ട്രസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ്. ബിക്കോസ് ഇപ്പോൾ ഈ കോവിഡ് സമയത്താണെന്നുണ്ടെങ്കിലും അതിന് മുമ്പാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളെപ്പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്ന് ഇതിനെ കുറച്ചും ഡെമോക്രറ്റൈസ് ചെയ്തു, ആൾക്കാർക്ക് ഇതിന് എഡ്യൂക്കേഷൻ കൊടുത്തു. സോ ദേ സ്റ്റാർട്ടഡ് ടു ട്രസ്റ്റ് ഇറ്റ് ഈവൻ മോർ, അല്ലേ? സോ ദേ ട്രസ്റ്റ് $1,000,000. ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് സ്റ്റോക്ക്, ദേ ട്രസ്റ്റ് $1,000,000. സോ ഇതുപോലെ തന്നെയാണ് ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ എലമെൻറ്റ് എല്ലാ ബിസിനസ്സിലും ഉണ്ട്. ട്രഡീഷണൽ ബിസിനസ്സിൽ മസ്റ്റായിട്ട് വേറൊരു സാധനം ട്രസ്റ്റാണ്. ബട്ട് ഈ ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു മിഡീവിയൽ ഏജ്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഈ പഴയ കാലത്തിലൊക്കെ ഈ ഗോത്രവർഗ്ഗങ്ങളായിരുന്നല്ലോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. ഇവർക്ക് സംസാരിക്കാൻ പേടിയാണ്. കാരണം ഇവർ ചെയ്യുന്ന ചെറിയ ചെറിയ കൃഷികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ വരുമ്പോൾ ഇവരുണ്ടാക്കുന്ന ഭക്ഷണവും ഇവരുടെ കൃഷിയൊക്കെ ഇവർ തന്നെ യൂട്ടിലൈസ് ചെയ്യും. അവർക്ക് മാത്രമേ അറിയുള്ളൂ. എക്സാക്ട്ലി. പിന്നീട് ഈ കൃഷി വളർന്ന് വന്നപ്പോൾ ഇവരുണ്ടാക്കുന്ന സാധനങ്ങളിലൊക്കെ എമൗണ്ട് കൂടാൻ, അതായത് സാധനങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് കണക്ട് ചെയ്തേ പറ്റും, ഈ ഗോത്രങ്ങളായിട്ടുള്ളൊരു ബന്ധം പുലർത്തിയേ പറ്റും. അപ്പോൾ അതിനെന്ത് വേണം? മീഡിയേറ്റർ ആയിട്ടൊരു സാധനം വേണം. ഇൻ്റർമീഡിയേറ്റർ ആയിട്ട് ഒരു മിഡിൽ മാൻ അവിടെ വേണം. എന്നാലാണല്ലോ ഈ ട്രസ്റ്റ് വർക്കാവുള്ളൂ. ആ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ഗോത്രങ്ങൾ കൂടിയിട്ട് അസോസിയേഷൻ ഉണ്ടാക്കിയതും. വി ക്യാൻ കോൾ ഇറ്റ് അസോസിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ അസോസിയേഷൻ പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷൻസായി മാറിയതും, പിന്നീട് ബാങ്കുകൾ വന്നതും, പിന്നീട് അമ്പലങ്ങളും പള്ളികളും വന്നതും. ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നൊരു ട്രസ്റ്റിൻ്റെ പുറത്താണ്. വി ട്രസ്റ്റ് ഇൻ സംതിങ്, സോ വി ഫോളോ ദാറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം, അല്ലേ? സോ ആ ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട് ദേ നീഡഡ് എ മിഡിൽ മാൻ. We don't. If I don't know you, I won't do business with you. But if I know my bank, I can send the money. I can do business with the bank. Alle, I don't trust anybody who's sending to whom I'm sending my money. But I trust my bank, because if anything goes wrong, I can talk to my bank. അല്ല, ബാങ്കിനോട് സംസാരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഗവൺമെൻറ് പോലും ഇന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവൻ ദോ ഐ കാൻ മെൻഷൻ ദാറ്റ് ഹിയർ. ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ വി ട്രസ്റ്റ്. ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഇവഞ്ച്വലി ഇതെല്ലാം വന്ന് അവസാനിക്കുന്നത് മനുഷ്യന്മാരിലേക്കാണ്. ഇത് മാനേജ് ചെയ്യുന്നത് മനുഷ്യന്മാരിലേക്കാണ്. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രോഡും ഉണ്ട്. അതെ, തീർച്ചയായും, അല്ലേ? സോ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ആരുടെ കയ്യിലാണ്? മനുഷ്യന്മാരുടെ കയ്യിലാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഫ്രോഡ് ഹാപ്പൻസ് വെരി ഓഫൺ. സോ നമുക്ക് എത്രത്തോളം ഈ സിസ്റ്റത്തെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന എലമെൻറ്റിനെ എങ്ങനെ എടുത്തു മാറ്റാം? ഒരു മീഡിയേറ്റർ ഇല്ലാതെ, ഒരു മിഡിൽ മാൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും? I don't think nobody can do business like that. അതെ, ബിസിനസ്സിൽ അൾട്ടിമേറ്റ് ട്രസ്റ്റ് തന്നെയാണ്. അതെ, you are my good friend, so I trust you. That is why I'm doing business with you. ആ ഇമോഷൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ I will not do business with you. ബട്ട് ഈ ട്രസ്റ്റിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? ആ ഇക്വേഷൻ റിമൂവ് ചെയ്തിട്ട് ഇതിനെ എങ്ങനെ ഒരു കോഡാക്കി മാറ്റാം? ഇതിനെ കോഡാക്കി ഒരു കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ട്രസ്റ്റിനെ മാനേജ് ചെയ്യും. സോ വി ക്യാൻ ട്രസ്റ്റ് ദ കോഡ്. ആ കോഡ് അത്രയും ഡീസെൻട്രലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അത്രയും ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് വി നോ വാട്ട് ആക്ച്വലി ഹാപ്പനിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിലേക്ക് ക്യാഷ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വി ഡോണ്ട് നോ വാട്ട് ഇസ് എ പേപ്പർ വർക്ക് ഇസ്. ബാങ്കിലേക്ക് ക്യാഷ് അയക്കുന്ന സമയത്ത് ബാങ്ക് അവരെന്ത് ചെയ്യുന്നു എന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ FD ഇടുന്നു, അവരെന്താ ചെയ്യുന്നത്, വി ഡോണ്ട് നോ. ബട്ട് ദേ ഹാവ് ടെല്ലിങ് us that, they have told us that okay, you will get this percentage by end of the year. ഇത്ര API നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും, ഈ ഈൽഡ് കിട്ടുമെന്ന് പറയും. അത്ര അവർ ചെയ്യുന്നു. വി ഡോണ്ട് നോ വാട്ട് ദേ ഡൂയിങ് വിത്ത് അവർ മണി. So it's not transparent at all. How can we make it transparent? How can we bring that trust in a code system? How can we decentralize it where nobody is there in the middleman, nobody is controlling it? So അവിടെയാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ ടെക്നോളജി വരുന്നത്. സോ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞത്, ലെറ്റ്സ് ഇമാജിൻ വെൻഡിങ് മെഷീൻ ഇല്ലേ, അതെ, ₹1 ഇട്ട് കഴിഞ്ഞാൽ ആ ₹1 വർത്തായിട്ടുള്ളത് എന്താണോ മെഷീനുള്ളത് അത് നമുക്ക് തിരിച്ചു കിട്ടും. ദാറ്റ്സ് ഓൾ. നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് ആ ഇൻപുട്ടിനുള്ള ഔട്ട്പുട്ട് മാത്രമേ തരുള്ളൂ. ആ ഇൻപുട്ട് വരുന്ന സമയത്ത് മെഷീൻ അറിയാം, ഓക്കെ എനിക്ക് കിട്ടിയത് ഇത്ര രൂപയാണ്, ഈ രൂപയ്ക്കുള്ള സാധനം ഇതാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആ രൂപ തന്നില്ലെങ്കിൽ ഈ സാധനങ്ങൾ കിട്ടില്ല. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് ലൈക്ക് എ വെൻഡിങ് മെഷീൻ ഇൻ എ കമ്പ്യൂട്ടർ. ആലോചിക്കുക, നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത് അത് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു തരും. എക്സാക്ട്ലി. ആ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ലോകത്തിൽ എല്ലാവർക്കും ഓഡിറ്റ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, വീക്ഷിക്കാൻ പറ്റും. എന്താ നടക്കുന്നത്, എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ഏത് രീതിയിലാണ് സിസ്റ്റം പോകുന്നത്, ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ലോകത്തിലെല്ലാവർക്കും ഇത് കാണാൻ പറ്റും. ബട്ട് നോബഡി ക്യാൻ ടാപ്പ് ഇൻ ടു ഇറ്റ്. ആർക്കും അത് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡീസെൻട്രലൈസ്ഡ്,
ഇറ്റ് ഈസ് ഇൻവിൻസിബിൾ, തടയാൻ പറ്റില്ല ഒരിക്കലും. ആ കോഡിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റ് ചെയ്യണം, വേറെ കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ബട്ട് ആ കോഡിനെ ഒരിക്കലും അവർക്ക് മാറ്റാനും പറ്റില്ല. ആ കോഡ് ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു കോഡിങ് സെറ്റപ്പ് ചെയ്യണം എന്നാണ്. അതെ, ബട്ട് അങ്ങനെയാണെങ്കിൽ പോലും സിസ്റ്റം മൊത്തം മാറും. അപ്പോൾ അവിടെ സിസ്റ്റം മൊത്തം മാറാണ്. സോ അവിടെ ചേഞ്ചസ് ഉണ്ടാവും. ബട്ട് ഈ കോഡ് മാറലും അതുപോലെ സിസ്റ്റം മാറലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനെ ഈ ഫോർക്കിംഗ് എന്നൊക്കെ പറയും. അതായത് ഈ നോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തീരുമാനിക്കാം, വോട്ട് ചെയ്യാം, ഇത്ര ആൾക്കാർക്ക് ഇത് വോട്ട് ചെയ്യാം, ഞങ്ങളിത് താല്പര്യപ്പെടുന്നുണ്ടോ, ഇത് സിസ്റ്റത്തിന് മൊത്തം സപ്പോർട്ട് ചെയ്യുമോ, ഇതിലിരിക്കുന്ന ആപ്ലിക്കേഷൻസിന് യൂസ്ഫുൾ ആകുമോ. സോ ഇറ്റ് ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡെമോക്രറ്റൈസ്ഡ് വേർഷൻ ഓഫ് ഇൻ്റർനെറ്റ്. നമുക്ക് വോട്ട് ചെയ്യാം, നമുക്ക് പറയാം. പിന്നെ എന്നിട്ട് നാളെ വന്നിട്ട് വേണമെങ്കിൽ റീൽ എടുത്ത് കളയാം. നമുക്ക് വോട്ട് ചെയ്യാനുള്ള മെക്കാനിസം അവരില്ല. ബട്ട് വാട്ട് ഇഫ് വി ക്യാൻ ഡു ഇറ്റ് ഇൻ ഹിയർ?